ഇന്ന് ഞാൻ ആസ് എ വർക്കിംഗ് പേഴ്സൺ എൻ്റെ സ്റ്റഡി റുട്ടീനാണ് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ഞാൻ റീസെൻ്റ്ലി ആണ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. സോ ഞാനും ഈ റുട്ടീൻ ഫിഗർ ഔട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പം നമുക്കറിയാവുന്നത് പോലെ ഡിഗ്രി ലെവലിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എക്സാം കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റേജിൻ്റെ 16-ാം തീയതിയാണ്. എനിക്ക് അന്നാണ് ഡേറ്റ് വന്നിരിക്കുന്നത്. ഞാൻ രാവിലെ തന്നെ ഫസ്റ്റ് സ്റ്റേജ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെയ്തു നോക്കി. എനിക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തോന്നിയത് സിലബസിനോട് തീരെ നീതി പുലർത്താത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ്. നിങ്ങൾക്കൊക്കെ എന്താ തോന്നിയെന്ന് പറയണം. കാരണം ഡിഗ്രി ലെവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇത്രയും വാസ്റ്റായിട്ടുള്ളൊരു സിലബസ് തന്നിരിക്കുന്നതാണ്. ആ സിലബസിനോട് തീരെ ജസ്റ്റിസ് ഇല്ലാത്ത പോലത്തെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമുക്ക് സ്കോറിംഗ് ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം തന്നെയാണ്. ഏതാണ്ട് ഒരു 50 മാർക്കോളം നമുക്ക് അവിടുന്ന് തന്നെ വരുന്നുണ്ട്. കാരണം ഇംഗ്ലീഷ്, മാത്സ്, മലയാളത്തിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഡൂവബിൾ ആയിരുന്നു. അപ്പം നമ്മൾ മാക്സിമം അവിടുന്ന് സ്കോർ ചെയ്താലേ നമുക്ക് കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം GK നമുക്കറിയാം സിലബസിൽ നിന്ന് ഒട്ടും തന്നെ ഒരു സിലബസ് ഓറിയൻറ്റഡ് ആയിരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നില്ല. എനിക്കങ്ങനെയാണ് ഫീൽ ചെയ്തത്. എനിക്ക് മോർണിംഗ് അധികം പഠിക്കാൻ പറ്റിയില്ല. യൂഷ്വലി ഞാനൊരു മോർണിംഗ് പേഴ്സൺ ആണ്. പക്ഷെ ഇപ്പം ഞാൻ കൈൻഡ് ഓഫ് ഒരു നൈറ്റ് പേഴ്സൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈവനിങ് വന്നിട്ടാണ് മെയിനായിട്ടും പഠിച്ചത്. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ മാത്സിൻ്റെ ഒരു PYQ ക്ലാസ് കൂടുക ചെയ്തത്. അത് ഞാൻ യൂഷ്വലി സൈലത്തിൽ നിന്നാണ് കൂടിയത്. ഞാനിനി വിചാരിക്കുന്നത് മെയിനായിട്ടും ഇംഗ്ലീഷ്, മാത്സ്, മലയാളം മാക്സിമം ഫോക്കസ് ചെയ്ത് റിവൈസ് ചെയ്ത് പഠിക്കാമെന്നാണ്. കാരണം എനിക്കിനി എക്സാമിന് അധികം ദിവസമില്ല. ബിക്കോസ് എനിക്ക് സെക്കൻഡ് സ്റ്റേജാണ് എക്സാം 16-ാം തീയതി തന്നെ. ഓഫീസിൽ എനിക്ക് യൂഷ്വലി ഫ്രീ ടൈം കിട്ടാറില്ല, ലഞ്ച് ടൈം അല്ലാതെ. പിന്നെ ഞാനിപ്പം ജോയിൻ ചെയ്തതേ ഉള്ള കാരണം ഇച്ചിരി ഫ്രീ ടൈം ഉണ്ട് ചില ദിവസങ്ങളിൽ. സോ ഇന്ന് അങ്ങനെ ഒരു ദിവസമായിരുന്നു. അപ്പം ഞാൻ ഒരു ക്ലാസ് കൂടി. IT ആണ് ഞാൻ കൂടിയത്. അപ്പം ഇനി എക്സാമുള്ള എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.